കായംകുളത്ത് ബി.ജെ.പി. പ്രാദേശിക നേതാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ആരോപണവുമായി ബി.ജെ.പി. കൃഷ്ണപുരം പഞ്ചായത്ത് ബി.ജെ.പി. സെക്രട്ടറി ആലമ്പള്ളി മനോജിന്റെ ജീവനെടുത്തത് പോലീസ്, CPM, SDPI അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ബി.ജെ.പി. ജില്ലാ നേതൃത്വം ആരോപിച്ചു. മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രക്ഷോഭം നടത്തും. കായംകുളം കൃഷ്ണപുരം പഞ്ചായത്ത് ബി.ജെ.പി. സെക്രട്ടറി ആലമ്പള്ളി മനോജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്തെത്തിയത്. പോലീസ്, CPM, SDPI അവിശുദ്ധ കൂട്ടുകെട്ടാണ് മരണത്തിന് പിന്നിലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള മാനസിക പീഡനം കാരണമാണ് മനോജ് മരിച്ചതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ പറഞ്ഞു. CPM-ന്റെയും SDPI-യുടെയും നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് പോലീസ് ഈ സംഭവത്തെ ആകെ മാറ്റി. പിറ്റേ ദിവസം ആദ്യം പരാതിയുടെ അടിസ്ഥാനത്തിൽ മനോജിനെ വിളിച്ചു. മനോജ് സ്റ്റേഷനിൽ ചെന്ന അവസരത്തിൽ ഇതിന് അടിസ്ഥാനമില്ല, ഈ പരാതിക്ക് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് വിട്ടയച്ചു. പിറ്റേ ദിവസമാണ് CPM-ന്റെയും SDPI-യുടെയും നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി, പോലീസിന്റെ ഉന്നത നേതാക്കന്മാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി മനോജിനെ വീണ്ടും കള്ളം പറഞ്ഞ് ഒപ്പ് ഇട്ടത് ശരിയായില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 308 വകുപ്പ് ചാർജ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയായിരുന്നു. ഈ മാസം 19-ന് ആക്രിസാധനങ്ങളുമായി എത്തിയ 14-കാരനെയും സഹോദരനെയും മനോജ് മർദ്ദിച്ചെന്ന പേരിലാണ് മനോജിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രിസാധനങ്ങൾ മോഷ്ടിച്ചുവെന്ന സംശയത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കുട്ടികൾ ഇഷ്ടികയെടുത്തെറിയുകയും മനോജിന്റെ തലയ്ക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. കുട്ടിയുടെ മാതാവിനെ കൊണ്ട് CPM, SDPI പ്രവർത്തകർ നിർബന്ധിച്ച് പരാതി നൽകുകയായിരുന്നുവെന്നും ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. ആദ്യം അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ട മനോജിനെ വീണ്ടും വധശ്രമക്കേസ് ചുമത്തി വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തു. ജാമ്യം കിട്ടി വെള്ളിയാഴ്ച വീട്ടിലെത്തിയ മനോജ് ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ജനം, ആലപ്പുഴ.